ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വണ്ണം വെച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് നമുക്കറിയാം ഒരുപാട് പേർക്ക് ആഫ്റ്റർ ഡെലിവറി വണ്ണം വെക്കാത്തതിൽ ഭയങ്കരമായ മാനസിക വിഷമം അനുഭവിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അവരാണ് മെയിൻലി ഈ വീഡിയോ കാണേണ്ടത്. ഒത്തിരി പേരുണ്ടായിരിക്കും ഈ പറയുന്ന ഒരു കാര്യത്തിൽ മനസ്സ് വിഷമിച്ച് നടക്കുന്നവർ. അതായത് ആഫ്റ്റർ ഡെലിവറി വണ്ണം വെച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ളവർക്കാണ് നമ്മളെക്കാളും ബുദ്ധിമുട്ട്. അയ്യോ, ഡെലിവറി കഴിഞ്ഞിട്ടും കൊച്ചു നന്നായില്ലേ, ശരീരം നന്നായില്ല, അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ കഴിച്ച മരുന്നൊന്നും ശരിയായില്ല, ഡെലിവറിക്ക് ശേഷം എടുത്ത പ്രസവരക്ഷ ശരിയായില്ല, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈവൻ സ്വന്തം ഹസ്ബൻഡിൽ നിന്ന് പോലും കേൾക്കുന്നുണ്ടാവും, ഓഹ് അവരൊക്കെ തടിച്ചു, അല്ലെങ്കിൽ അവരൊക്കെ ഡെലിവറി കഴിഞ്ഞ് നല്ല വണ്ണം വെച്ചു, നല്ല മിടുക്കികളായി, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നീ എന്താ നന്നാവാത്ത എന്നുള്ളത് ഈവൻ ഹസ്ബൻഡ്സിൽ നിന്ന് പോലും കേട്ടിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, ഡെലിവറി കഴിഞ്ഞിട്ട് വണ്ണം വെച്ചില്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾ ആദ്യം വിഷമിക്കും. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് വണ്ണം വെച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഓർക്ക് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് നല്ലതെന്ന്. ആഫ്റ്റർ ഡെലിവറി, ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു വണ്ണവും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഞാൻ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ടും അത്യാവശ്യം വണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് വന്ന് PCOD റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നു തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ബോഡി വെയിറ്റ് കൂടി തുടങ്ങിയത്. എനിക്കിപ്പം ആവശ്യത്തിലധികം വണ്ണമുണ്ട് എന്നെ സംബന്ധിച്ച്. അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത് നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ആ ഒരു സന്തോഷത്തിന് ശേഷം നമുക്കറിയാം അതൊരു വലിയ ഭാരമായി മാറും. നമുക്ക് ഈ ഒരു വണ്ണം എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് നമുക്ക് കുറച്ചെടുക്കാനായിട്ട്. ഒരു ത്തിലും കുറയില്ല. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എക്സസൈസ് ഒന്നും ചെയ്യാനുള്ള നേരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ വെച്ചിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഇനിയിപ്പം സാഹചര്യം ഒത്തു വന്ന് നമുക്ക് ചെയ്യാനായിട്ടുള്ള ബാക്കി എല്ലാം റെഡിയാണെങ്കിലും നമുക്കുടെ മടി അതിന് സമ്മതിച്ചു എന്ന് വരില്ല. അപ്പം അതുകൊണ്ട് എക്സസൈസ് ചെയ്ത് വണ്ണം കുറയ്ക്കാം എന്നൊക്കെ പറയുന്നത് അത്രമേൽ വിൽ പവർ ഉള്ളവർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇത് കുറയ്ക്കാനായിട്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ എന്തായാലും എടുത്തുകൊണ്ട് പോകണമല്ലോ. നമ്മളല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ പേരൻസ് ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരെടുക്കുമായിരിക്കും. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാകും. കാരണം നമ്മുടെ വെയിറ്റും കുഞ്ഞിൻ്റെ വെയിറ്റും കൂടെ താങ്ങിയിട്ട് നമുക്ക് നടക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് നമ്മളെ തന്നെ ക്യാരി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആസ്മ കൂടിയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വെയിറ്റും അല്ലാതെയുള്ള കിതപ്പും ഈ ആസ്മയുടെ പ്രോബ്ലം എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമുക്ക് ഒരു തരത്തിലും നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സ് ഒന്നും ഇടാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നമ്മുടെ ഒരു ടോട്ടൽ കോൺഫിഡൻസിനെ തന്നെ അത് ബാധിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയ ഡ്രസ്സ് കിട്ടാനുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഏതിട്ടാലും നമുക്കൊരു തൃപ്തി, ടോട്ടലായിട്ടൊരു തൃപ്തി ഉണ്ടായിന്ന് വരില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ അടുത്ത വേറൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമുക്ക് വണ്ണമുള്ളവരെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് തുടയുടെ ഇടുക്കിൽ നമ്മൾക്ക് പൊട്ടുക എന്ന് പറയുന്നത്. കുറച്ച് ദൂരം എവിടെയെങ്കിലും നടന്നാലോ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വേനലായപ്പോഴേക്കും നമുക്കറിയാം പെട്ടെന്ന് തന്നെ വിയർക്കും. നമ്മൾ വണ്ണം കൂടുന്നതിനനുസരിച്ച് വിയർപ്പ് കൂടും. വണ്ണം ഇല്ലാത്തവർക്ക് വിയർപ്പില്ല എന്നല്ല, പക്ഷെ അവർക്ക് കൂടുതലുണ്ടാവും. അപ്പം അതിനനുസരിച്ച് നമുക്ക് നടന്നൊക്കെ കഴിയുമ്പോഴേക്കും, ഇനിയിപ്പോൾ ഈവൻ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് പോലും ആ പ്രശ്നമുണ്ട്. ബ്രസ്റ്റിൻ്റെ അടിയിൽ അല്ലെങ്കിൽ തുടയിടുക്കിലൊക്കെ പൊട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ വണ്ണം കൂടുതലുള്ളവർക്ക് വരുന്ന വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മുടെ എപ്പിസോട്ടമി ഉണ്ടെങ്കിൽ ആ എപ്പിസോട്ടമി സ്റ്റിച്ച്, അതിന് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരും നമുക്ക് വണ്ണം കൂടുന്നതിനനുസരിച്ച്. അപ്പം ഞാൻ ഇത് വണ്ണമായിട്ട് എങ്ങനെ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സത്യത്തിൽ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്ത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ സ്കിന്ന് വലിയുന്നുണ്ട് നമുക്ക് വണ്ണം കൂടുന്നതിനനുസരിച്ച്. അപ്പം അങ്ങനെ വലിഞ്ഞു കഴിയുമ്പോഴാണ് ചൊറിച്ചിൽ കൂടുന്നതെന്നുള്ളത് ഞാൻ വായിച്ചു കേട്ടോ. അപ്പം എന്തായാലും ചൊറിച്ചിലുണ്ടാവും, നിങ്ങൾക്ക് അറിയായിരിക്കും, എക്സ്പീരിയൻസ് ചെയ്യുന്ന പലരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടാണ് ഈ വണ്ണം കൂടിക്കഴിഞ്ഞാൽ. അപ്പം നമ്മൾ പുറമെ നിന്ന് കാണുന്നവരുടെ വാക്കുകൾ കേട്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് വണ്ണം കൂടാൻ വേണ്ടി അതും ഇതും വാരിക്കോരി കഴിക്കരുത്. വയറ് ചാടും, അത് വേറൊരു ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ കഴിച്ച് നമ്മൾ വണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു, എന്താ പറയുക, ഒരു മല പോലെയുള്ള ഒരു ജോലിയായിരിക്കും നമുക്ക്. അപ്പം അതുകൊണ്ട് ഉള്ള വണ്ണം കൊണ്ട് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക, തൃപ്തിപ്പെടുക ഉള്ള വണ്ണം കൊണ്ട്. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.